പ്രൈസ് ദി ലോർഡ്. 37-ാം സങ്കീർത്തനം പഠിക്കുമ്പോൾ അവിടെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. ഒരുവൻ്റെ വഴി യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവൻ്റെ ഗമനം സ്ഥിരമാകും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവത്തിന് നമ്മുടെ വഴികളിൽ പ്രസാദം തോന്നിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ ദൈവം സ്ഥിരപ്പെടുത്തും. ദൈവത്തിൻ്റെ വഴികളിൽ നടന്ന് ദൈവത്തിന് പ്രസാദമുള്ള ചെയ്ത് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം, ദൈവത്തിൻ്റെ അരുളപ്പാടിൻ പ്രകാരം, ആ ദൈവം തന്ന നിയോഗത്തിനനുസരിച്ച് അവൻ്റെ പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നാം ആയിരിക്കുന്ന ദേശത്ത്, നാം സഞ്ചരിക്കുന്ന ഇടത്ത് ഹല്ലേലൂയ, ദൈവത്തിന് പ്രസാദമുള്ള ജീവിതമാണോ നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ ജീവിതത്തെ സ്വർഗം ഉറപ്പിക്കാൻ പോവുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഏതൊക്കെ പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളെ ജീവിതമാകുന്ന നൗകിൽ ആഞ്ഞടിച്ചാലും, സ്തോത്രം, ആ പ്രതിസന്ധിയുടെ നടുവിലും ആ പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ വഴികളിൽ നടന്ന് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തുകൊണ്ട് മുമ്പോട്ട് ജീവിക്കുന്ന ദൈവ പൈതലേ, പ്രതിസന്ധിയുടെ നടുവിലും നിന്നെതയെ ഉറപ്പിക്കുവാൻ പോകുകയാ. സ്തോത്രം, ഹല്ലേലൂയ. നോഹ ദൈവത്തിൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായി നിന്നപ്പോൾ, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം വിധിയപ്പെടുത്തി കൊടുത്തപ്പോൾ, ദൈവത്തിൻ്റെ വഴികളിൽ നടന്ന് ദൈവത്തിന് പ്രസാദമുള്ള ചെയ്തപ്പോൾ, പ്രതികൂലത്തിൻ്റെ നടുവിൽ, പ്രതികൂലത്തിന് മീതെ നോഹയുടെ പെട്ടകം സഞ്ചരിക്കുക. സ്തോത്രം. ഏതൊക്കെ പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിൽ വരട്ടെ, ഏതൊക്കെ പ്രതിസന്ധികൾ നിന്നെ ജീവിതത്തിൽ നേരിടേണ്ടി വരട്ടെ, പ്രതികൂലത്തിന്റെ മീതെ നോഹയുടെ പെട്ടകത്തെ ദൈവം സഞ്ചരിപ്പിച്ച് ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് നോഹയെ അവന്റെ പെട്ടകത്തെ ദൈവം ഉറപ്പിച്ചു സ്ഥിരപ്പെടുത്തിയെങ്കിൽ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിന്റെ ജീവിതം ഏത് പ്രതിസന്ധികൾ പോയാലും ഇന്ന് പകൽക്കാലം ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തെ ദൈവം ഉറപ്പിക്കാൻ പോകുകയാ. നോഹയെ അവന്റെ കുടുംബത്തെ പെട്ടകത്തെ അരാരത്ത് പർവ്വതി ഉറപ്പിച്ചെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന സമയമാകുമ്പോൾ ദൈവം നിന്നെ ഉറപ്പിക്കാൻ പോകുന്നു. ദൈവം ആഗ്രഹിക്കുന്ന സമയം